+1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെയാണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടർക്കഥയാകുന്നത്. എന്താണ് മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധി? കണക്കുകളിലൂടെ നമുക്ക് പരിശോധിക്കാം. മലപ്പുറത്ത് ആകെ അപേക്ഷിച്ചിരിക്കുന്നത് 82,446 വിദ്യാർത്ഥികൾ. അതിൽ 50,030 വിദ്യാർത്ഥികൾക്ക് ഈ 3 ഘട്ടങ്ങളിലായി പ്രവേശനം ലഭിച്ചു കഴിഞ്ഞു. 50,080 സീറ്റുകളാണ് ആകെ ജില്ലയിലുള്ളത്. അപ്പോൾ 44 സീറ്റുകൾ മാത്രമാണ് ഇനി മെറിറ്റ് അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളത്. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് മറ്റ് ഇതര കോട്ടകൾ, അതായത് മാനേജ്മെൻറ്റ്, സ്പോർട്സ്, കമ്മ്യൂണിറ്റി കോട്ടകളിലായി 6,437 സീറ്റുകൾ. ഇതുകൂടി പരിഗണിക്കുമ്പോൾ 25,973 സീറ്റുകൾ വീണ്ടും ബാക്കിയാണ്. അതായത് ഇത്രയും വിദ്യാർത്ഥികൾ തുടർപഠനം കിട്ടാതെ പ്രതിസന്ധിയിലാകുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നാണ്. പക്ഷേ സീറ്റ് വർധന കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല. അധിക ബാച്ച് തന്നെ വേണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. അത് സാധൂകരിക്കുന്നതാണ് കണക്കുകളും. സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുമ്പോഴും ഈ കണക്കുകളൊന്ന് നോക്കണം. മുൻ വർഷങ്ങളിലും സമാന പ്രതിസന്ധി സാഹചര്യവും മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ അതിരൂക്ഷമാണെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.